പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ് മുറിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായിട്ടുള്ള 7 സപ്തസുന്ദരിമാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഏതൊക്കെയാണ് ആ സ്റ്റേറ്റുകളെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട 2 സ്റ്റേറ്റുകൾ മിസോറാം, നാഗാലാൻഡ്, ഈ 2 സ്റ്റേറ്റുകളും വിഘടന പ്രസ്ഥാനവുമായി ഉയർന്നു വന്നവയാണ്. അഥവാ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് നിൽക്കാനും ആസാമിൽ നിന്ന് വിഘടിച്ച് നിൽക്കാനും താല്പര്യപ്പെടുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്ത 2 സ്റ്റേറ്റുകളാണ് മിസോറാമും നാഗാലാൻഡും. പിന്നീട് ഈ സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം മിസോറാമിനെ കുറിച്ച് പഠിക്കാം. മിസോറാമിൽ മിസോ കുന്നുകളിലാണ് വിഘടനവാദം ഉയർന്നു വരുന്നത്. മിസോ ഹിൽസിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മിസോ ഹിൽസ് പ്രദേശം ആസാമിനുള്ളിലെ ഒരു സ്വയംഭരണാധികാര ജില്ലയായി മാറ്റുകയുണ്ടായി. സ്വയംഭരണാധികാരമുള്ള ഒരു ജില്ലയായിട്ട് നമ്മൾ മിസോറാമിനെ മാറ്റുകയുണ്ടായി. ഈ മിസോയിൽ ചില ആളുകൾ വിഘടനവാദം ഉയർത്തി കൊണ്ടുവന്നു. വിഘടനവാദം എന്ന് പറഞ്ഞാൽ തങ്ങളെന്താണ്, അല്ലെങ്കിൽ മിസോകളായിട്ടുള്ള ആളുകൾ മിസോറാം ഞങ്ങളെന്തല്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമല്ല, അതിനാൽ ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യയിൽ ലയിക്കേണ്ട ആവശ്യമില്ല എന്നുമുള്ള ഒരു വിഘടനവാദം ഇവർ ഉയർത്തി. മാത്രമല്ല, ഇവർക്ക് ഈ വിഘടനവാദം ശക്തിപ്പെടുത്തുന്നതിന് മറ്റു ചില സംഭവങ്ങൾ കൂടി കാരണമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ആസാമിലെ ഒരു സ്വയംഭരണാധികാര ജില്ലയാണ് മിസോറാം. എന്നാൽ ഈ മിസോ കുന്നുകളിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ, വലിയ പട്ടിണി ഉണ്ടായപ്പോൾ 1989 ആസാം സംസ്ഥാനം അവരെ പരിഗണിച്ചില്ല, വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല. അതുപോലെ തന്നെ 1961 ആസാമി ഭാഷ ആസാമിൻ്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചതും മിസോകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുണ്ടാക്കി. ഇതോടെ മിസോകൾ എന്ത് ചെയ്തു, അവർ വിഘടനവാദം ഉയർത്തിക്കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. മിസോ ദേശീയ മുന്നണി അഥവാ മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന MNF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ നേതാവായിരുന്നു ലാൽ ഡാംഗെയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. എന്നിട്ട് ഈ സംഘടന എന്ത് ചെയ്തു എന്നറിയാം, 1966 മിസോ ദേശീയ മുന്നണി ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഞങ്ങളെന്താണ്, ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയുണ്ടായി മിസോകൾ. മാത്രമല്ല, അവർ ഇന്ത്യക്കാരുമായി ആയുധമെടുത്ത് പോരാടാനും തുടങ്ങി. എന്നാൽ ഇതിനെ അടിച്ചമർത്താൻ ഇന്ത്യൻ സൈന്യം നിർബന്ധിതരാകുകയും ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തു. മിസോകൾക്ക് പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മിസോകൾക്ക് ആവശ്യമായ ആയുധങ്ങളും മറ്റുമൊക്കെ പരിശീലനവുമൊക്കെ പാകിസ്ഥാനിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. അങ്ങനെ ഏതാണ്ട് 20 വർഷക്കാലം നീണ്ട 2 പതിറ്റാണ്ട് കാലം മിസോകളും ഇന്ത്യൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു വേള മിസോകൾക്കെതിരെ വ്യോമാക്രമണം വരെ നടത്തേണ്ട ഗതികേട് ഇന്ത്യൻ സൈന്യത്തിനുണ്ടായി. ധാരാളം മിസോകൾ അത് കാരണം മരണപ്പെടുകയുണ്ടായി. ഇങ്ങനെ 2 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഈ ഒരു കലാപം 2 കൂട്ടർക്കും, ഇന്ത്യൻ സൈന്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ മിസോകൾക്കാണെങ്കിലും കനത്ത നഷ്ടമുണ്ടായി. ഇത് അവസാനം ഒരു ഉടമ്പടിയിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ 2 ടീമിനും ഉണ്ടായിട്ടുള്ള, ഇരുപക്ഷത്തും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നേതൃത്വത്തിൽ പക്വതയോടെ ചിന്തിക്കാനും പ്രശ്നത്തിന് പരിഹാരം കാണാനും പ്രേരണ നൽകി. അങ്ങനെ പാകിസ്ഥാനിലെ പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് ലാൽ ഡാംഗെ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു.
അങ്ങനെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാഹുൽ ഗാന്ധിയും ലാൽ ഡാങ്കയും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു, ചർച്ച ചെയ്തു, സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു 1986. ഇത് പ്രകാരം മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ഒരു സംസ്ഥാനമാക്കി ഒരു സംസ്ഥാന പദവി നൽകാമെന്ന് തീരുമാനിച്ചു. അതോടുകൂടി വിഘടനവാദം അവസാനിക്കുകയും ആയുധം ഉപേക്ഷിച്ച് മിസോകൾ കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ 1987 മിസോറാമിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ മിസോയുടെ നേതാവായിരുന്ന ലാൽ ഡാങ്കെ മിസോറാമിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വരികയും ചെയ്തു. ഇന്ന് സാക്ഷരതയിലും വികസനത്തിലും മറ്റെല്ലാ കാര്യം കൊണ്ടും വലിയ മുൻപന്തിയിലെത്തിയിരിക്കുന്ന ഒരു ശാന്തമായ പ്രദേശമാണ് മിസോറാം എന്ന് പറയുന്നത്. ഏറെക്കുറെ നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. മിസോറാമിന് സമാനമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു നാഗാലാൻഡിലും ഉണ്ടായിരുന്നത്. നാഗാലാൻഡിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ നാഗ കുന്നുകളിലെ നാഗന്മാർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് നാഗന്മാരുടെ പ്രദേശങ്ങളെ ആസാം സംസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി. ആസാമിൻ്റെ ഭാഗമായിട്ട് നാഗാലാൻഡ് അല്ലെങ്കിൽ നാഗ പ്രദേശം ഉൾപ്പെടുത്തിയത് നാഗാലാൻഡിലെ ജനങ്ങൾക്ക് ഇഷ്ടമായില്ല. ഒരു വിഭാഗം ആളുകൾ ഇതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. 1951 അവർ അംഗമി സബു ബിസോയുടെ നേതൃത്വത്തിൽ, ഒരാളെ പേരാണ് അംഗമി സബു ബിസോയുടെ നേതൃത്വത്തിൽ അവർ സംഘടിക്കുകയും ഇന്ത്യയിൽ നിന്ന് നാഗന്മാരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നാഗ വിഭാഗം അവരുമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചുവെങ്കിലും ആദ്യകാലങ്ങളിൽ അംഗമി സബു ബിസോയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതെല്ലാം നിരാകരിച്ചു. നാഗന്മാർക്ക് പരമാധികാരം ലഭിക്കുന്നതിന് വേണ്ടി നാഗ നാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സായുധ സമര മുന്നണി തന്നെ, ഒരു സംഘടന തന്നെ നാഗന്മാർ രൂപീകരിക്കുകയുണ്ടായി. ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കി. കാരണം നാഗ നാഷണൽ കൗൺസിൽ എന്ന് പറയുന്ന സംഘടന സായുധ പോരാട്ടം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആയുധമെടുത്ത് പോരാടാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയായി. അതുകൊണ്ട് ഈ കലാപത്തെ അടിച്ചമർത്താൻ നെഹ്റു ഗവൺമെൻറ് തീരുമാനിച്ചു, സൈന്യത്തെ അയച്ചു. അടിച്ചമർത്തുകയും അതേസമയം തന്നെ സൗഹാർദ്ദ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. നാഗന്മാർക്കിടയിലുണ്ടായിരുന്ന മിതവാദികളുമായിട്ട് നെഹ്റു ചർച്ച നടത്തി. എന്നിട്ട് ആ ചർച്ചയുടെ പര്യവസാനമായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാഗന്മാർക്ക് ഒരു സംസ്ഥാനം തന്നെ അനുവദിച്ചു തരാം എന്ന ഒരു ചർച്ചയിലേക്ക് അതെത്തി. അങ്ങനെ 1963 നാഗാലാൻഡ് സ്റ്റേറ്റ് നിലവിൽ വരികയാണ്. പക്ഷേ ഇങ്ങനെ നാഗാലാൻഡ് സ്റ്റേറ്റ് നിലവിൽ വന്നിട്ട് പോലും നാഗാലാൻഡിലെ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇന്നും അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നും പലപ്പോഴും രാഷ്ട്രത്തിനെതിരെ, സൈന്യത്തിനെതിരെ നാഗ തീവ്രവാദികൾ ഗറില്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ച മിസോറാം സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവർ സമാധാനപരമായ ഒരു സ്റ്റേറ്റായി മാറി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകൾക്ക് മാതൃകയാകും വിധത്തിൽ മിസോറാം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ പുരോഗതി പ്രാപിച്ചു. ശാന്തമായ ഒരു പ്രദേശമായി മിസോറാം മാറിയപ്പോൾ നാഗാലാൻഡിന് നാഗന്മാർക്ക് ഒരു സ്റ്റേറ്റ് അനുവദിച്ചു കൊടുത്തിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ 1963 ഒരു സംസ്ഥാനമായി നാഗാലാൻഡ് മാറിയതിന് ശേഷം ഇന്നും
നാഗ പ്രദേശത്ത് ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിൽ നാഗന്മാർക്കിടയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഭാഗം ആളുകൾ ഇന്നും ഗറില്ല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിനെതിരെയും രാഷ്ട്രത്തിനെതിരെയും ഒക്കെ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഭരണകൂടത്തിനെതിരെയും നാഗാലാൻഡിലെ സംസ്ഥാന ഭരണകൂടത്തിനെതിരെയും ഒക്കെ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അക്രമവും ഭീകരാക്രമങ്ങളും ഇന്നും അവസാനിക്കാതെ തുടരുകയാണ്. നാഗാലാൻഡിലെ പ്രശ്നം ഇനിയും അന്തിമമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്ന് നമ്മൾ പഠിച്ചത്, ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 7 സപ്തസുന്ദരിമാരിൽ ഉൾപ്പെടുന്ന 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ മിസോറാമും നാഗാലാൻഡും. ഈ നാഗാലാൻഡ് സ്റ്റേറ്റുകൾ വിഘടനവാദം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, വിഘടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ, വിഘടനവാദം എന്ന് പറഞ്ഞാൽ വിഘടിച്ച് നിൽക്കുക, ഇന്ത്യയിൽ നിന്ന്, ആസാം സ്റ്റേറ്റിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ താല്പര്യപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. അതുകൊണ്ടാണ് അതിനെ വിഘടനവാദം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിഘടനവാദം പ്രാദേശികവാദങ്ങളുടെ ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.